യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, നാം കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നാം നമ്മുടെ ക്രൂശിനെ ഓരോ ദിവസവും എടുത്ത് നാം അനുഗമിക്കണം എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മുടെ ജീവിതം എപ്പോഴും ഒരു ക്രൂശിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഓരോ ദിവസവും നമ്മൾ മരിക്കുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ക്രൂശ് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ എന്തിനു വേണ്ടിയാണോ ക്രൂശ് എടുത്തു പോകുന്നത് അതിനാണ് നമ്മുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ആ ഭാരമുള്ള പച്ചമര കുരിശ് എടുത്ത് ഗോൽഗോഥ കുന്നിൻ മുകളിലേക്ക് യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചിന്ത സർവ്വ ലോകത്തിനു വേണ്ടിയും താൻ കഴിക്കുന്ന ആ പരിപൂർണമായ യാഗത്തെക്കുറിച്ച്. അതേ, ഒരു സ്ത്രീ വേദനയോടുകൂടെ പ്രസവിക്കുന്നു. അവളുടെ വേദന അവൾ മറക്കുന്നു എപ്പോൾ? അവൾ ജന്മം കൊടുത്തതായ ആ കുഞ്ഞിനെ കാണുമ്പോൾ. അതെ, നമ്മളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ടാണ് യേശുക്രിസ്തു ആ ക്രൂശുമായി ആ ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നുപോയത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം നമുക്ക് നൽകുന്ന ആ പ്രത്യാശ ഓർത്തുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ്, അതിന്റെ പൂർത്തീകരണം, അതാണ് ക്രൂശെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു നിന്ദയുടെയും പരിഹാസത്തിന്റെയും മുമ്പിലും നമ്മൾ പതറിപ്പോകാതെ നമ്മൾ അവനെ അനുഗമിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായ ഒരു ആത്മീക അനുഭവമാണ് ക്രൂശ് എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ക്രൂശ് വ്യത്യസ്തമാണ്. എന്റെ ക്രൂശല്ല നിങ്ങൾക്കുള്ളത്. ഞാൻ നേരിടുന്ന അപമാനമോ, ഞാൻ നേരിടുന്ന നിന്ദയോ, ഞാൻ നേരിടുന്ന പരിഹാസവുമല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കുള്ളത് തികച്ചും വിഭിന്നവുമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മൾ പിറുപിറുത്തും ദുഃഖത്തോടെയും ഭാരങ്ങളോടും കൂടി അല്ല യേശുവിനെ അനുഗമിക്കേണ്ടത്. മറിച്ച് ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴും കർത്താവിൽ നമുക്ക് സന്തോഷിപ്പാൻ, അതേ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ക്രൂശിനെ കുറിച്ചാണെങ്കിൽ, ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നു. ക്രിസ്തുവേശുവിനുള്ളവർ. ആരാണ് ക്രിസ്തുവേശുവിനുള്ളവർ? കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച്, വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്ന പോലെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും എന്ന് പറയുന്ന പോലെ, ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ഒരു ക്രിസ്തീയ ജീവിതം, യേശുക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതം, ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ ക്രിസ്തുയേശുവിൻ ഉള്ളവർ എന്നുള്ളതായ ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളുടെ പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതാണ് ഈ വാക്യം 24 നമ്മളോട് പറയുന്നത്. നമ്മളുടെ ഈ ജഡത്തിന്റെ സ്ഥാനം എവിടെയാണ്? വിശുദ്ധ വേദപുസ്തകം എപ്പോഴും ആത്മാവ്, ജഡം എന്നീ രണ്ട് കാര്യങ്ങളെ കുറിച്ച് താരതമ്യപ്പെടുത്തി പറയാറുണ്ട്. കാരണം നമ്മുടെ ആത്മാവും നമ്മുടെ ജഡവും അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വൈരുദ്ധ്യമുള്ളതാണ്. നമ്മുടെ ജഡം അഥവാ നമ്മുടെ ഫ്ലഷ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ ആത്മാവോടുകൂടെ അത് സ്വർഗീയമായ കാര്യങ്ങളിലുള്ള ലക്ഷ്യമായിരിക്കും, ആത്മീയമായ കാര്യങ്ങളിലുള്ള ലക്ഷ്യമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരം അഥവാ നമ്മുടെ ജഡം, ഫ്ലഷ്, അതും ഈ ആത്മാവും തമ്മിലുള്ള ഒരു പോരാട്ടം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ട്. പലരുടെയും ജീവിതത്തിൽ അവരുടെ ഫ്ലഷ് ആയിരിക്കും പലപ്പോഴും വിജയിക്കുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നിരവധി ലേഖനങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്, ക്രിസ്തുവേശുവിനുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നവരായ ആളുകൾ, അവർ എപ്പോഴും ഈ ജഡത്തെ ജയിച്ചുകൊണ്ടിരിക്കും. ഈ ജഡത്തെ ജയിച്ചെങ്കിൽ മാത്രമേ, നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ ജയിച്ചെങ്കിൽ മാത്രമേ ലോകത്തോടുള്ള താല്പര്യമുള്ളതായ നമ്മുടെ ഈ ശരീരത്തെ നമുക്ക് ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. പലരും ചിന്തിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് ഒരു മെഴുകുതിരി കത്തിക്കുന്നത് കൊണ്ടോ, ഒരു പൂവ് അർപ്പിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിപാട് അർപ്പിക്കുന്നതിലൂടെയോ നേർച്ച അർപ്പിക്കുന്നതിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതെന്നാണ്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം അതല്ല പറയുന്നത്.
വിശുദ്ധ വേദവസ്തം പറയുന്നത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണമെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അതിന് കഴിയത്തുള്ളൂ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതായത് കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആത്മാവിനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവേശുവിനുള്ളവർ അവരുടെ ജഡത്തിന്റെ പൊസിഷൻ എവിടെയാണ്? ആ പൊസിഷൻ എന്ന് പറയുന്നത് ക്രൂശിലാണ്. അവരുടെ ജഡത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ക്രൂശീകരണത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ റോമലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. റോമർ 6:6, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്താണ് പഴയ മനുഷ്യൻ? ആദാം മുതൽ ഉള്ള ഏതൊരു മനുഷ്യനെ വിളിക്കുന്ന പേരാണ് പഴയ മനുഷ്യൻ. നമുക്ക് വേണമെങ്കിൽ വിളിക്കാം കാർണൽ മാൻ എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ. അവനെപ്പോഴും ഈ പാപത്തോടും അതുപോലെ ഈ ജഡത്തോടുമായിരിക്കും താല്പര്യം ഉളവാകുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ എന്താണ് സംഭവിച്ചത്? ആദം മുതലുള്ള സകല മാനവജാതിയുടെയും അവരുടെ ആ പാപ ശരീരം നീങ്ങേണ്ടതിന് വേണ്ടി, പാപത്തിന് അടിമപ്പെടുന്നതായ ആ ശരീരം നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി യേശുക്രിസ്തു ആദം മുതലുള്ള സകല ആളുകൾക്കും വേണ്ടിയും അവൻ ഒരു പ്രതീകമായി യേശുക്രിസ്തു തന്റെ ശരീരത്തെ അവൻ ക്രൂശിൽ ഏൽപ്പിച്ചു. അങ്ങനെ ആ പാപശരീരം കർത്താവ് യേശുക്രിസ്തു ക്രൂശിലൂടെ നീക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിന് ശേഷം യേശു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബദ്ധന്മാരായിരിക്കുന്ന ആളുകളോട് സുവിശേഷം അറിയിച്ചു. താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് യേശു അവരോട് പ്രസ്താവിച്ചു. എന്താ സംഭവിച്ചത്? വിശ്വസിച്ചവരായ ആ ആത്മാക്കളെ കർത്താവ് യേശുക്രിസ്തു പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയെന്നും അവർക്ക് നല്ല ദാനങ്ങൾ കൊടുത്തുവെന്നും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ആദം മുതൽ പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടവരായി കടന്നവരായ ആളുകളെ തന്റെ ആ ക്രൂശിലെ പ്രവൃത്തിയെ വിവരിച്ചതിലൂടെ, സുവിശേഷം പറഞ്ഞതിലൂടെ അവർ വിടുവിക്കപ്പെട്ടു, അവർക്ക് വിടുതലുണ്ടായി. അതാണ് കർത്താവ് യേശുക്രിസ്തു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും എന്ന് വായിക്കുന്നുണ്ട്. ബദ്ധന്മാരായ ആളുകളെ കർത്താവ് യേശുക്രിസ്തു തന്റെ ആ മരണത്താൽ വിടുവിപ്പാനിടയായി തീർന്നു. അതേപോലെ തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രസംഗിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള അനേക ദൈവദാസന്മാരും പ്രസംഗിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തതായ ഈ പ്രവൃത്തിയെക്കുറിച്ചാണ്. എന്നാൽ ഈ പ്രവൃത്തിയെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവരുടെ ഈ പാപശരീരം നീങ്ങിപ്പോകത്തുള്ളൂ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഒരുവൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ അവന് ഒരു പുതിയ ശരീരമായി തീരുവാൻ, ഒരു പുതിയ വ്യക്തിയായി തീരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നമ്മൾ ആദ്യം വായിച്ചതായ വാക്യം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇവിടെ ക്രൂശിക്കപ്പെടും എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ക്രിസ്തുവേശുവിലേക്ക് ഒരുവൻ വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് തന്റെ ശരീരത്തെ, തന്റെ ജഡത്തെ അവൻ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ അവൻ വിശ്വസിക്കുമ്പോൾ അവൻ തന്റെ ശരീരത്തെ ആ ക്രൂശിൽ അവൻ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രൂശിൽ തറച്ചെങ്കിൽ അതിനർത്ഥം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചതുപോലെ ക്രൂശിൽ കിടക്കുന്ന ആള് മരണത്തിന് വിധിക്കപ്പെട്ട ആളാണ്. നമ്മുടെ ഈ ജഡം മരണത്തിന് വിധിക്കപ്പെട്ടതാ. നമ്മുടെ ജഡം നമ്മളിൽ ഇപ്പോൾ ജീവിക്കുന്നില്ല, മറിച്ച് അത് ജീവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ആണിയടിച്ച് ക്രൂശിൽ വെച്ചിരിക്കുക. ഞാൻ ഇതിനു മുമ്പ് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തിങ്കൽ നിങ്ങളോട് പറയുകയുണ്ടായി, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാനുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഈ ശരീരം പാപത്തിന് വിധേയമായിരിക്കും. എന്നാൽ നാം വിശ്വാസത്താൽ ഈ ശരീരത്തെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ
നമ്മുടെ ശരീരം, റോമലേഖനം 6-11 പറയുന്ന പോലെ പാപസംബന്ധമായി മരിച്ച അവസ്ഥയിലായിരിക്കും. എന്നാൽ ആ മരിച്ച അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൂശിലാണ്. വി ആർ നോട്ട് ലൈവ്. നമ്മൾ ജീവിക്കുന്നവരല്ല അവിടെ. നമ്മുടെ ശരീരം അവിടെ തറയ്ക്കപ്പെട്ടതായി, പാപത്തിന്റെ ഇവിടെ നമ്മൾ കാണുന്ന പോലെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കപ്പെട്ടതായി നാം ഇരിക്കുന്നു. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ ഈ ശരീരം രൂപാന്തരപ്പെടുവാനിടയായി തീരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ അതുവരെയും നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ നാം നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് ഈ ജഡത്തെ ക്രൂശിൽ ഓരോ ദിവസവും മരിപ്പിച്ചുകൊണ്ട്, ഓരോ ദിവസവും തറച്ചുകൊണ്ട് നമ്മളായിരുന്നാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവം ആഗ്രഹിച്ച ആ നന്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളുടെ ജഡത്തിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കിയത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം പാപത്തിന് സജീവമായി മാറാതെ നമ്മുടെ ആത്മാവിനാൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുകയും നമ്മുടെ ഈ ജഡത്തിന്റെ പൊസിഷൻ, ഇതിന്റെ സ്ഥാനം ക്രൂശിലാണ് എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുവാൻ, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ നിയന്ത്രിക്കുവാൻ നാം ക്രൂശിൽ അതിനെ തറച്ചാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി മാറും. ഇന്ന് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജഡത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കോണം അങ്ങ് സഹായിച്ചല്ലോ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീർന്ന് ദൈവവചനപ്രകാരം ജീവിപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.